ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഈ തൃശൂർ കോർപ്പറേഷനിലെ എല്ലാ വർഷവും ഉത്സവാഘോഷമായി നടത്തപ്പെടുന്ന, കെട്ടുകാഴ്ചയായി നടത്തപ്പെടുന്ന, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശൂർ കോർപ്പറേഷനിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് തൃശൂർ കോർപ്പറേഷനിൽ പാലൊഴുക്കും, തേനൊഴുക്കും, അമൃത് നൽകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃശൂർ നഗര നിവാസികളെ കഴിഞ്ഞ 5 വർഷമായി വഞ്ചിക്കുന്നൊരു ഭരണസമിതിയാണ് ഈ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര ഭരണം നടത്തുന്ന മോദി സർക്കാർ നൽകുന്ന കേന്ദ്ര പദ്ധതികൾ മാത്രം സ്വപ്നം കണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന മേയറും ഇടതുപക്ഷ ഭരണസമിതിയുമാണ് ഇവിടെ കെട്ടുകാഴ്ച കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷനിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപയാണ് നികുതി വെട്ടിപ്പിലൂടെ ഇവിടെ തട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിന്റെ പേരില്, വസ്തു നികുതിയുടെ പേരില് കേരളത്തിലെ ഒരേ ഒരു കോർപ്പറേഷനാണ് KSEBയിൽ നിന്നും വൈദ്യുതി വാങ്ങി മറിച്ചു വിൽക്കുന്ന ഒരേ ഒരു കോർപ്പറേഷൻ. അത് തൃശൂർ കോർപ്പറേഷനാണ്. നമ്മൾ KSEBയിലെ യൂണിറ്റിന് കൊടുക്കുന്ന പൈസയുടെ ഇരട്ടി തുകയാണ് തൃശൂർ കോർപ്പറേഷൻ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷനിൽ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റില് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരവും ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരവും അമൃത് കുടിവെള്ള പദ്ധതിയിലൂടെയും അമൃത് നഗരവികസന പദ്ധതിയിലൂടെയും ശുചിത്വ മിഷനിലൂടെയും നിരവധി പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം തൃശൂർ കോർപ്പറേഷൻ നൽകുന്നത്. ആ കോടിക്കണക്കിന് രൂപ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ തൃശൂർ നഗര നിവാസികളെ വഞ്ചിക്കുന്ന ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മേയർ ഇവിടെ അവകാശപ്പെടുന്നത്. ഈ ബഡ്ജറ്റിനുള്ള തുക കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവരുടെ അവകാശപ്പെടാൻ എന്താണ് ഈ ബഡ്ജറ്റിലുള്ളത്? ഈ ജനദ്രോഹ ബഡ്ജറ്റ്, ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ബഡ്ജറ്റ്, അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ കോർപ്പറേഷൻ സമിതി ഇവിടെ ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് അത് കേരളത്തിലായാലും തൃശൂർ കോർപ്പറേഷനായാലും തുറന്നു വരുന്നത് ഒരേ ഒരു കാര്യപരിപാടി മാത്രമാണ്. അത് നാട്ടിലെ അഴിമതി. നമ്മുടെ വെള്ളത്തിന്റെ കുടിക്കരം മുതൽ വൈദ്യുത കരം മുതൽ എല്ലാ കുടിക്കരങ്ങളും കൂട്ടിക്കൊണ്ടാണ് ഗവൺമെന്റ് നമ്മുടെ മുകളിൽ അവരുടെ അഴിമതിയുടെ കരങ്ങൾ നമ്മളിൽ ആഴ്ന്ന് ഇറക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് ഒരു പ്രതിപക്ഷമായ കോൺഗ്രസ് എന്നും ചെയ്യുന്നത് പോലെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇവിടെ ഒത്തുകൂടി 5 മിനിറ്റ് മുദ്രാവാക്യം വിളിച്ച് അവർ പിരിഞ്ഞുപോയി. എന്നാൽ നമ്മുടെ സമര പരിപാടികൾ അങ്ങനെയല്ല. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരുന്നു. ഇന്നലെ ജില്ലാ അധ്യക്ഷന്റെയും മണ്ഡലം അധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റി കൂടിയിട്ട് ഈ ബജറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇതെങ്ങനെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പദ്ധതികളാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പഠനം ഇന്നലെ നമ്മുടെ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി. അതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് ഇവിടെ നടത്തിയ പല പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പേര് മാറ്റി തൃശൂർ കോർപ്പറേഷന്റെ പദ്ധതിയാണ് എന്ന പേരിൽ നടപ്പാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ തൃശൂർ മേയർ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാവും. കാരണം അടുത്ത 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നും ഇനി വരാൻ പോകുന്ന BJPയുടെ ഭരണത്തിന് ഇവിടെ നടത്തുന്ന പദ്ധതികൾക്കൊരു തുടർച്ചയുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാവാം അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഈ പേര് മാറ്റി ഇവിടെ നടപ്പാക്കി തുടങ്ങുന്നത്. ഈ കള്ളത്തരം അധികം കാലം മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, ചുരുങ്ങിയത് 30 സീറ്റുകളെങ്കിലും തേടി ഈ കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറുകയാണ് എങ്കിൽ ഇത്രയും കാലം ഇവിടെ ഇടതുപക്ഷം നടത്തിയ അഴിമതിയുടെ കഥകൾ ഓരോന്നായി ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഭാരതീയ ജനതാ പാർട്ടി കരുവന്നൂരിൽ എന്താണ് കാണിച്ചത്? അവസാന നിമിഷം വരെ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ കൂടെ നിൽക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ പ്രിയപ്പെട്ട എംപിയും ഉണ്ടായിരുന്നു. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ഈ കോർപ്പറേഷൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നടത്തിയ എല്ലാ അഴിമതി കഥകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനാരൊക്കെയാണ് ഉത്തരവാദികൾ അവരെ എല്ലാം ജയിലിൽ അടയ്ക്കുന്ന അവസാന നിമിഷം വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇവിടെ വെള്ളക്കരം കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്, വൈദ്യുതി കരം കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ഭാരതീയ ജനതാ പാർട്ടി ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ രവികുമാർ ഉപ്പത്ത്, ഈ പരിപാടിയിലെ ഉദ്ഘാടനം രവികുമാർ ഉപ്പത്തേട്ടൻ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മറ്റെല്ലാ സഹപ്രവർത്തകരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ പരിപാടിയിലേക്ക് രവികുമാർ ഉപ്പത്തേട്ടനെ ക്ഷണിച്ചു കൊടുക്കുന്നു. പട്ടിണി മാറ്റാൻ ഗതിയില്ല, അയ്യേ അയ്യേ നാണക്കേട്, അയ്യേ അയ്യേ നാണക്കേട്. പിണറായി നാട് ഭരിക്കുമ്പോൾ, പിണറായി നാട് ഭരിക്കുമ്പോൾ, വർഗീസ് തൃശൂർ ഭരിക്കുമ്പോൾ, വർഗീസ് തൃശൂർ ഭരിക്കുമ്പോൾ വികസനമെല്ലാം മരീചിക, വികസനമെല്ലാം മരീചിക. ആണമില്ല CPM, ആണമില്ല CPM. രാജിവെക്കൂ പുറത്തു പോകൂ, രാജിവെക്കൂ പുറത്തു പോകൂ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കണ്ട്, കേന്ദ്ര ഗവൺമെന്റ് കാശ് കണ്ട്, കേന്ദ്ര ഗവൺമെന്റ് കാശ് കണ്ട് സ്വപ്നം കാണും തൃശൂർ മേയർ, സ്വപ്നം കാണും തൃശൂർ മേയർ. മാലിന്യത്തിന് പണമില്ല, മാലിന്യത്തിന് പണമില്ല, കുടിവെള്ളത്തിന് പണമില്ല, കുടിവെള്ളത്തിന് പണമില്ല. റോഡിന് വീടിന് വില്ലേ ഇല്ല, റോഡിന് വീടിന് വില്ലേ ഇല്ല. വടക്ക് നോക്കിയിരിക്കും മേയർ, വടക്ക് നോക്കിയിരിക്കും മേയർ. തൃശൂർ നാടിന് അപമാനം, തൃശൂർ നാടിന് അപമാനം. അയ്യേ അയ്യേ എന്തൊരു പറ്റ, അയ്യേ അയ്യേ എന്തൊരു